ഏറ്റവും പുതിയതായി വരുന്ന വാർത്തകൾ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ വലിയ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു. 114 മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ടെൻഡറിൽ ഇന്ത്യ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഫ്രാൻസിന്റെ റഫേൽ ജെറ്റുകളുടെ ഓർഡറുകൾ 60 കുറയ്ക്കുകയും ബാക്കി 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററുകളായ അമേരിക്കയുടെ F-35 അല്ലെങ്കിൽ റഷ്യയുടെ സുഖോയ് Su-57 പോലുള്ളവ വാങ്ങാൻ പദ്ധതിയിടുന്നതായും അറിയുന്നു. 2018 ആരംഭിച്ച MRFA ടെൻഡർ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 114 അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനുള്ള പദ്ധതിയാണ്. ഈ ടെൻഡറിനായി ഫ്രാൻസിന്റെ റാഫേൽ, അമേരിക്കയുടെ FA-18, F-21, റഷ്യയുടെ Su-57, യൂറോഫൈറ്റർ ടൈഫൂൺ, സ്വീഡന്റെ ഗ്രിപ്പൻ തുടങ്ങിയവ മത്സരിച്ചിരുന്നു. എന്നാൽ ഈ ജൂലൈയിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ ഈ ടെൻഡർ പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. 114 റാഫേൽ F-4 ജെറ്റുകൾ വാങ്ങാനുള്ള പദ്ധതി 60 കുറയ്ക്കുകയും ബാക്കി 54 മുതൽ 60 വരെ ജെറ്റുകൾ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ F-35 Su-57 വാങ്ങാൻ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡീലിലൂടെ ശ്രമിക്കുന്നു. നിലവിലുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ 31 സ്ക്വാഡ്രണുകൾ എന്നത് അംഗീകൃത എണ്ണമായ 42-ന് വളരെ താഴെയാണ്. പഴയ MiG-21, ജാഗ്വാർ, മിറാഷ് 2000 വിമാനങ്ങൾ റിട്ടയർ ചെയ്യുന്നതിനാൽ വേഗത്തിൽ ശക്തമായ ജെറ്റുകൾ ഇന്ത്യക്ക് ആവശ്യമാണ്. ചൈനയുടെ J-20, J-35 സ്റ്റെൽത്ത് ജെറ്റുകളും പാകിസ്ഥാൻ J-35 വാങ്ങാൻ പദ്ധതിയിടുന്നതും ഇന്ത്യയെ 5ാം തലമുറ ജെറ്റുകളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 4.5ാം തലമുറ ജെറ്റ് വിമാനങ്ങളുടെ പരിമിതികൾ ഇന്ത്യ തിരിച്ചറിഞ്ഞതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ ഈ വാർത്തകൾ ഇതുവരെ ഔദ്യോഗികമായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യൻ വ്യോമസേനയിൽ 4.5ാം തലമുറ മൾട്ടി റോൾ ഫൈറ്ററായ 36 റാഫേൽ F-4 ജെറ്റുകളാണ് ഇപ്പോൾ സേവനത്തിലുള്ളത്. ഇവയ്ക്ക് മികച്ച റഡാർ സംവിധാനങ്ങളും അതുപോലെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവുമുണ്ട്. 300 കിലോമീറ്റർ റേഞ്ചുള്ള സ്കാൽപ്പ് ക്രൂയിസ് മിസൈലുകൾ, 150 കിലോമീറ്റർ റേഞ്ചുള്ള മീറ്റിയോർ എയർ ടു എയർ മിസൈലുകൾ എന്നിവ ഘടിപ്പിക്കാം. കൂടാതെ ഇന്ത്യയിൽ തന്നെ മെയിൻ്റനൻസിനായുള്ള സൗകര്യങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം വഴി ഫ്യൂസലേജ് നിർമ്മാണം നടത്തുകയും ചെയ്യാം. ഫ്യൂസലേജ് ആണ് ഒരു ജെറ്റിന്റെ പ്രധാന ഭാഗം. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇനി ഈ ജെറ്റിന്റെ പരിമിതികളെപ്പറ്റി പറഞ്ഞാൽ പ്രധാനമായി ഇവയ്ക്ക് സ്റ്റെൽത്ത് ഇല്ല, അതായത് റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാനുള്ള കഴിവ്, താരതമ്യേന ഉയർന്ന വിലയും, കൂടാതെ ഡസോൾട്ടിന്റെ ഉൽപ്പാദന പരിമിതികളും. എന്നാൽ 5ാം തലമുറ ജെറ്റായ F-35 Su-57 ആണെങ്കിൽ ഇവയ്ക്ക് സ്റ്റെൽത്ത്, സെൻസർ ഫ്യൂഷൻ, നെറ്റ്വർക്ക് സെന്റേഡ് വാർഫയർ എന്നിവയുണ്ട്. അമേരിക്കയുടെ F-35-ന് മികച്ച AES റഡാർ സംവിധാനവും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഡിസൈനുമാണുള്ളത്. പക്ഷേ നമ്മുടെ റഡാറുകൾ തിരുവനന്തപുരത്ത് പൊക്കി താഴെയിട്ടു എന്നത് വേറെ കാര്യം. ഇനി ടെക്നോളജി ട്രാൻസ്ഫറിന്റെ കാര്യമെടുത്താൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മേക്ക് ഇൻ ഇന്ത്യ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടില്ല. എന്നാൽ റഷ്യയുടെ സുഖോയ് Su-57 HALന്റെ നാസിക് പ്ലാന്റിന് ഉൽപ്പാദനം നടത്തുകയും ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള വാഗ്ദാനമൊക്കെയുണ്ട്. എന്നിരുന്നാലും സ്റ്റെൽത്ത് ശേഷി F-35-നേക്കാൾ കുറവാണ്. റഷ്യക്കാണെങ്കിൽ സപ്ലൈ വിശ്വാസ്യതയും കുറവാണ്. ഉക്രൈനുമായുള്ള യുദ്ധമാണ് ഇതിന് കാരണം. ഇനി ഇന്ത്യയുടെ സ്വന്തം AMC-യെക്കുറിച്ച് പറഞ്ഞാൽ അതിന് നിർമ്മാണത്തിന് സമയമെടുക്കും. അതിനാൽ തന്നെ 5ാം തലമുറ ജെറ്റുകൾ വാങ്ങുന്നത് ഒരു താൽക്കാലിക പരിഹാരമാണ്. ഇപ്പോഴത്തെ ഈ മാറ്റം ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. 60 റഫാൽ F-4 ജെറ്റുകൾ നിലവിലുള്ള 36 ജെറ്റുകളോടൊപ്പം വ്യോമസേനയ്ക്ക് 4 മുതൽ 5 സ്ക്വാഡ്രണുകൾ വരെ ഉണ്ടാക്കാം. ഇതുവഴി ചൈന, പാകിസ്ഥാൻ അതിർത്തികളിൽ എയർ സുപ്പീരിയോറിറ്റി ഉറപ്പാക്കുകയും ചെയ്യാം. 5ാം തലമുറ ജെറ്റുകൾ ചൈനയുടെ J-20, J-35, പാകിസ്ഥാന്റെ J-35 എന്നിവയ്ക്കെതിരെ സ്റ്റെൽത്ത്, ഇലക്ട്രോണിക് വാർഫെയർ ശേഷികളും നൽകും. എന്നാൽ പിന്നെയും ചില വെല്ലുവിളികൾ ബാക്കിയാവുകയാണ്. ഇതിൽ പ്രധാനമായും ബജറ്റ് തന്നെ. 60 റഫാലിന് ഏകദേശം 50,000 കോടിയും 60ഓളം F-35-ന് ഇതിനേക്കാൾ കുറച്ചുകൂടി തുക ചെലവാക്കേണ്ടി വരും. ഇത് നമ്മുടെ തേജസ് MK2-നെയും AMC-യെയും പോലുള്ള പദ്ധതികളുടെ ഫണ്ടിനെ ബാധിച്ചേക്കാം. ഇനി റഫാലിന്റെ കാര്യത്തിലും ചില പരിമിതികളുണ്ട്. അത് ഡസോൾട്ടിന്റെ ഉൽപ്പാദന കാലതാമസവും ഏകദേശം 10 വർഷം വരെ എടുക്കും. കൂടാതെ 5ാം തലമുറ ജെറ്റിന്റെ വിലയും. പക്ഷേ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ടാറ്റയും L&Tയും പോലുള്ള കമ്പനികൾ ഫ്യൂസലേജ് നിർമ്മിക്കും. ഇത് ആത്മനിർഭർ ഭാരതിനെ ശക്തിപ്പെടുത്തും. ഇതിനു പുറമെ AMC-യുടെ വികസനത്തിന് പ്രചോദനമാവുകയും ചെയ്യും. പക്ഷേ F-35-ന് ഈ സൗകര്യം കിട്ടില്ല. എന്നാൽ Su-57 ഇത് ലഭ്യമാവുകയും ചെയ്യും. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ സുഖോയ് Su-57 നറുക്ക് വീഴാനാണ് സാധ്യത. എന്തായാലും MRFA ടെൻഡറിൽ റഫാൽ ഓർഡർ 60 കുറച്ച് 5ാം തലമുറ ജെറ്റുകൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ പദ്ധതി പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തും എന്ന കാര്യം തീർച്ചയാണ്.
ഇനി എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം.